സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ക്ഷേമ പദ്ധതികൾ ശരിയായി നടപ്പാക്കിയെന്ന് സർക്കാർ പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് തടസ്സ ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. 20 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചാണ് സർക്കാർ നവകേരള സർവേ നടത്തുന്നതെന്ന് അപ്പീലിലെ എതിർകക്ഷികളായ കോൺഗ്രസ് നേതാക്കളുടെ വാദം. നവകേരള സർവേയിൽ എന്താണ് തെറ്റെന്ന് കോൺഗ്രസ് നേതാക്കളോട് സുപ്രീം കോടതിയുടെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്നു. സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതി ശരിയായി നടപ്പാക്കിയോ എന്ന് പരിശോധിക്കുന്നതിൽ എന്താണ് പിഴവ്? നയം രൂപീകരിക്കുന്നതിന് പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നും ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. സർവേക്കായി പാർട്ടി അംഗങ്ങൾ തയ്യാറാകണമെന്ന് ഭരണകക്ഷി നിർദ്ദേശം നൽകിയെന്ന കോൺഗ്രസ് നേതാക്കളുടെ വാദവും സുപ്രീം കോടതി തള്ളി. പ്രാദേശികമായി പാർട്ടി നേതാക്കൾ അത്തരം പ്രസ്താവന നടത്താറുണ്ടെന്ന് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. നയപരമായ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുവെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതി അറിയിച്ചു. വാദം അംഗീകരിച്ച സുപ്രീം കോടതി നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കോൺഗ്രസ് നേതാക്കളായ അലോഷ്യസ് സേവ്യറും SS മുബാസും 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നവകേരള സർവേ തുടരാം. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി മാർച്ച് 13 വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.